കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ സിജോ ജോർജ്, യോഹൻ സിജോ ജോർജ്. ഈ മക്കള് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ് ദേവാലയത്തിൽ നിന്നും. അവരെ പ്രത്യേകമായിട്ട് നമുക്ക് വിശുദ്ധമായ ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ കുർബാനയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് MCAയുടെ ബഹുമാനാർത്ഥം ഈ ഇടവകയിൽ ശുശ്രൂഷിച്ചതായ എല്ലാ വൈദികരെയും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും സമർപ്പിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുന്നു. ജനന തിരുനാൾ ആഘോഷിക്കുന്നതായ സജീവ് ഭവനത്തിൽ നോയൽ വൈ സജി, കടകംപള്ളിൽ ജോബിൻ ടോമി, ജിബിൻ ടോമി എന്നിവരെയും പ്രത്യേകമായി നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ ഓർക്കാം. കടകംപള്ളിൽ പരേതനായ കെ സാമ്പറകുട്ടി വ്യക്തിയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. യാചന അതിന് ശേഷം ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്നും കാഴ്ച സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധമായ ബലി സഭയ്ക്ക് മുഴുവനും അർപ്പിക്കുന്നതിന്, വിശേഷ ഇന്നത്തെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിനുമായി ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഇതമോടു അറിയാം ഗൃഹമതിൽ നസറേത്തിൽ ചൊല്ലിക, നിന്നോടു കൂടെ മന്നിടമഖിലം പാലിപ്പോ തന്നടുവിൽ കണ്ടതുപോ ചിന്മയരാമറിയാമിൽ വസിച്ചു ശരീരം പോടോ അതിനാൽ ഭംഗവുമാ കന്യാ നിന്നോടെ ദാനങ്ങൾക്കെല്ലാം പകരമതാൻ എന്തും ഞാൻ നൽകിയിടും ഞാൻ
അഖില ജനസവിധം ഞാനൻ നേർച്ചകൾ നിറവേറ്റും നാഥ. ഹാബീലിൻ കുഞ്ഞാടും നോഹിനോടെ കാഴ്ചയതും അപരാഗം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോക്കും പ്രാർത്ഥനയും കൈക്കൊണ്ട് അലിവായുത്തരമേ കേൾക്കണമേ. ലോകത്തിനുടെ അനവധിയ പാപം മായ്ച്ചിടാ സ്വയബലിയായൊരു മിശിഹാവിൻ ബലി പോൽ ഞങ്ങളെയും കാഴ്ചയതായിട്ടേ ബലിദു സ്വീകൃതമാ സുഗന്ധികമാം ധൂപം പോരായി രാഗങ്ങൾ ചിന്തകൾ വചനം ചീരികളാടി കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാം നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാൻ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ജീവരക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മാതൃകൾക്കുമുള്ള ദൈവമാതാവായ കന്യകമറിയാമെന്ന് വേദകൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനായി സത്യപിതാവിന്റെയും പുത്രനും രാജാവുമായ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാത്മാവിൽ ഒരുവനും പിതാവിനോട് ജീവനും പരിശുദ്ധാത്മാവിനോട് കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ വിശ്വാസപുരാനേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ.
പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകേട്ടേനി ദൈവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും മാതോരൻ താനേക്കും സഭതൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ കുഴച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോ ധന്യൻ. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും പാർക്കുമോ ശ്രീമാരുടെ സ്തുതി ആഗ്രഹങ്ങൾ നമ്മുടെ മേലേക്കുണ്ടായിരിക്കട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമയം വയ്ക്കുന്നതിനു പകരം നീതിരഹിതരായ വിജാതീയരുടെ വിധി തേടാൻ മുതിരുന്നുവോ? വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്നും നിങ്ങൾക്ക് അറിവില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നത് എങ്ങനെ? ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാമെന്ന് നിങ്ങൾക്ക് അറിവില്ലേ? അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെ പറ്റി പറയാനുണ്ടോ? ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പം വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപരായി അവരാധിക്കുന്നുവോ? നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ? സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായസനത്തെ സമീപിക്കുന്നു. അത് വിജാതീയരുടെ ന്യായസനത്തെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ? നിങ്ങൾ തന്നെ സഹോദരനെ പോലെ ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദോഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളെ ചിലർ ഇത്തരക്കാരായിരുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. ബാറുകുമോ നമ്മൾ വായിക്കപ്പെടുന്ന കർത്താവേ ശിശുയുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ യോഗ്യരാക്കട്ടെ. ബാറകുമാർ നിങ്ങൾക്കെല്ലാം സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവിന്റെ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന്റെ ജീവന് രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്
നമ്മുടെ രക്ഷയ്ക്കായ യേശുവിന് സ്തുതികളും നാമലാഭങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു തമ്പുരാന്റെ പരസ്യ ജീവിതകാലത്ത് പ്രകാരം സംഭവിച്ചു. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവരത് ഭക്ഷിക്കുന്നവർ അനേകം ജീവിക്കും. കബർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനിത് പറഞ്ഞത്. ഇത് കേട്ട അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾ കേടർച്ച വരുത്തുന്നവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നു. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ബോധിക്കുന്നില്ല. എൻ്റെ ശരീരമാണിത്. പരിയഹൂദന്മാർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവനെങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പറക്കുമോ നിങ്ങൾക്കെല്ലാം ശാന്തി ഭാവിക്കട്ടെ. ആവാസം ചെയ്യുന്നു നാവുകൾ സമമായി പ്രാപിച്ചവർ ശക്തി തൻ സുവിശേഷം ഘോഷം ചെയ്തിടാം. ലോകരെല്ലാം ചേർത്തിടാം മിശിഹായ്ക്കുള്ളോരായി. അക്ഷയഭാഗ്യം രാജഗുണ ജീവനയും നേടാം. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. Stomen galos എല്ലാവരും പ്രാർത്ഥിച്ചേർത്താവിൽ നിന്ന് അനുഗ്രഹവും കരുണയും യാചിക്കണം. സഹായിക്കണമേ. മഹിമയും മനുഷ്യരമായ നല്ല കീർത്തി എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. കാലത്തിന്റെ പൂർണ്ണതയിൽ മറിയാമിൽ നിന്ന് എനിക്ക് വേറെയും പ്രതീക്ഷനാകുകയും യോർദാൻ നദിയിൽ വെച്ച് പിതാവ് സാക്ഷ്യപ്പെടുകയും യോഹന്നാനേറ്റ് പറയുകയും ചെയ്ത ജീവന്റെ അപ്പമായവൻ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഗോൽദായിൽ ക്രൂശിക്കപ്പെടുകയും പാതാളത്തിലെ കരഞ്ഞ് ഞങ്ങളെ ഉദ്ധരിക്കുകയും മരണത്തിന്റെ അധികാരമില്ലാതാക്കുകയും രക്ഷാകരമായി രഹസ്യങ്ങളെ പരമേൽപ്പിച്ച്
ആധ്യാത്മികമായ സമൃദ്ധമായ ഭോജനം ഞങ്ങൾക്കായി തയ്യാറാക്കുകയും അതിലേക്ക് സുജാതികളെയും പ്രജാതികളെയും ക്ഷണിത കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഭാഗ്യം പുണ്യം നൽകുന്ന ബലിപീഠത്തിനു ഭാഗ്യം ദിവ്യവും സ്വർഗീയമാവിഷ്ണും ഭാഗ്യം ധൂപർപ്പിക്കപ്പെടുന്നു. നാമലായി പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനവിടെ പാകുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവം തമ്പുരാനെ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളുമായ ചുത്തമനെ ദയതോന്നിയങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. കർത്താവും മഹത്വത്തിനുനാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്ക് അവർക്ക് നീ പാപപരിഹാരകനുമാകണമേ. എൻ്റെ നാഥ, ഞങ്ങളോട് ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണം. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണം. നിന്റെ ദൈവത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്കെല്ലാവർക്കും സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല മരണത്തിന് ഞങ്ങളെ നീ അർഹരാക്കണം. ഞങ്ങൾ നിനക്ക് നിരേജാതിനും പരിശുദ്ധരവായിക്കും എപ്പോഴും എന്നേകം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സംഭ്രമജനകമായ ഈ സമയത്ത് മാലാഖമാർ വിറയ്ക്കുന്നു, പ്രധാന മാലാഖമാർ ഭ്രമിക്കുന്നു, റീശനോസേന്മാർ അത്ഭുതപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ശീഘ്രമായി മാതൃശമായും പറന്നു വന്ന് ഈ കൃപാനമേലാവത ഇതിനെ ശുദ്ധീകരിക്കുന്നത് എത്രയോ അത്ഭുതമാകുന്നു. കർത്താവേ, ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള നിന്ദ്യമായ കാര്യങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ട് നിന്റെ ഇടവകയിലെ വിശേഷജ്ഞാനമുള്ള ജനത്തിൻ്റെ മേൽ നിന്റെ പരിശുദ്ധ റൂഹായെ നിരോധിക്കരുതേ. എൻ്റെ പ്രവർത്തികളുടെ മാലിന്യം നിൽക്കുന്നതാൽ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള നിന്റെ ഇടവകയിൽ നിന്ന് നിന്റെ കരുണ നീ തടയരുതേ. മാലാഖമാർ പോലെ സൂക്ഷിച്ചു നോക്കുവാൻ ആഗ്രഹിക്കുന്ന നിന്റെ മഹാവിശുദ്ധമായ സ്ഥലത്ത് പ്രവേശിക്കുവാൻ ബലഹീനരും ഭാവികളുമായ ഞങ്ങളെ യോഗ്യരാക്കിയല്ലോ. നിന്റെ കൃപയാലും ബഹുലമായ നിന്റെ കരുണയാലും നിന്റെ ജനത്തിന്റെ പാപങ്ങൾ പരിഹരിക്കണമേ. നിന്റെ ഇടവകയുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, പാപഭംഗനങ്ങളായ എൻ്റെ കൈകളാൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാന നീ സ്വീകരിക്കണമേ. ഈ കുർബാനയാൽ പാപികൾക്ക് മോചനം നൽകണമേ. തെറ്റുകാരോട് ക്ഷമിക്കണമേ. അനുതാപികളെ കൈക്കൊള്ളണമേ. ഈ ബലിയാൽ കുറ്റക്കാരോട് മനസ്യം
കാണിക്കണമേ. കോപിച്ചിരിക്കുന്നവരെ സമാധാനപ്പെടുത്തണമേ. ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കണമേ. ഈ ബലിയാൽ ഇടർച്ചകളില്ലാതാക്കണമേ. ശിക്ഷകൾ നീക്കിക്കളയണമേ. ഈ കുർബാനയാൽ അശുദ്ധരെ വിശുദ്ധരാക്കണമേ. അപകമതികളെ മാഗതയുള്ളവരാക്കണമേ. ഈ ബലിയാൽ ആചാര്യന്മാരെ പ്രബുദ്ധരാക്കണമേ. ശമാശന്മാരെ പ്രശോഭിപ്പിക്കണമേ. കോരോയന്മാരെ വിവേകികളാക്കണമേ. തേരായക്കാരെ ബലപ്പെടുത്തണമേ. ഏകാന്ത ജീവിതക്കാരെ കാത്തുകൊള്ളണമേ. ഈ ബലിയാൽ സഭ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. ദയറാകളെ സംരക്ഷിക്കണമേ. ഈ ബലിയാൽ കന്യാവ്രതക്കാരെ കാത്തുകൊള്ളണമേ. കുടുംബജീവിതം നയിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ. ദൂരദേശത്തായിരിക്കുന്നവരെ തിരിച്ചു വരുത്തണമേ. സമീപസ്ഥരെ സംരക്ഷിക്കണമേ. ഈ കുർബാനയാൽ ജീവിച്ചിരിക്കുന്നവർക്ക് പാപമോചനവും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് ആശ്വാസവും സംസ്മരണയും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധർവായിക്കും ഓഴുവന്നേക്കും തുറയും സൗദ്രവും അർപ്പിക്കുമോ അപകുല സോപാലമന്മേ. ദൈവത്തിൽ നിന്ന് ഗണങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ഈ ദാസനേറ്റു പറയുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ഏകപുത്രനായ പരിശുദ്ധനായ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലവരുടെ ആത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും എന്നേകം മനസ്സിലോ തോന്നിയ കരുണ ചെയ്തുകൊണ്ട് ഭാവിയായ തന്റെ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവൻ ആകുന്നു. ദിവ്യാൻ ഘോഷിക്കപ്പെടുന്നു. നാമെല്ലാവരും ഭക്തിയായി നിന്ന് ഈശ്വരനും സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തവയുമായ സർവ്വത്തിന്റെ സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രകാശവും സത്യദൈവവും ജനിച്ചവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ്വസൃഷ്ടിയും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങൾ രക്ഷിക്കും വേണ്ടി സർവ്വത്രമേ പരിശുദ്ധമായിരിന്നും ദൈവമാതാവായ ശരീരം മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട് അനുഭവിച്ച് മനുഷ്യപ്പെട്ട് തിരുവനന്തപുര പ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനും ജീവനുള്ളവരെ മനുഷ്യരെയും വിധിപ്പാൻ വലിയ മുഖത്തോടെയും എതിർവാദിക്കുന്നവരും തന്റെ അവസാനമില്ലാത്തവരും ഈ കർത്താവായ യേശുവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന പിതാവിനോട് പുത്രനോടും കൂടി വധിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും സൈനികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്ന് മാത്രമേ ഉള്ളൂ, നീ ഇവിടെ പറഞ്ഞ് മരിച്ചവരുടെ
ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കിക്കാണുന്നു. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയിതു നാം. ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാ സമയം. ഉന്നതമാ പദവിയിലേറി ഇന്നിപ്പോഴി ആചാര്യൻ അനുഭവിച്ചിടും നോക്കായി അനുഷ്ഠിക്കും നീ കുർബാന. Barkimos tamen galo, സമാധാനത്തിന്റെ ദൈവവും ശാന്തിയുടെ നാഥനുമായ കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിയാതെ ജീവിച്ചുകൊണ്ട് വഞ്ചനയില്ലാത്ത ചുംബനത്താൽ അന്യന്യമാശ്ലേഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുമായി ഓരോന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. barkimor നമ്മുടെ ദൈവമായ താൻ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ശമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിനെ യോഗ്യരാക്കണമേ. barkimor കരുണത്താൽ നാം തലോലിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, കരുണാകരങ്ങൾ തലവനിക്കുന്നു. ദൈവമായ കർത്താവേ, ബലഹീനരായ ഞങ്ങൾ നിന്നിൽ നിന്ന് വാഴുകളും സഹായവും യാചിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ ഞങ്ങളുടെ ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും കഴുത്തുകൾ കുറിച്ച് നിന്നെ വന്ദിക്കുന്നു. എന്നാൽ നീ സകലരുടെയും സഹായി സങ്കേതമാകുന്നുവൻ. ഇപ്പോൾ തിരുമകൻ ഞങ്ങളിൽ നീ പ്രകാശിപ്പിച്ച് ഞങ്ങളെ രക്ഷിക്കുന്ന സകല ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങളെല്ലാം നീ പരിഹരിച്ച് ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും ഓരോന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. barkimor സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയത്തോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് ചേർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിഫലത്തിന്റെ ഇടയായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലത് ഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്തത്
ഇപ്പോൾ ന്യായവുമാകുന്നു. കർത്താവേ, മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ ഗണങ്ങളോടും ചേർന്ന് സ്തുതികീർത്തനങ്ങളാൽ ആരെ മഹത്വപ്പെടുത്തുന്നുവോ അവനെ തന്നെ നമുക്ക് മഹത്വപ്പെടുത്താം. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ, പരിശുദ്ധൻ, 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായതാൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവെട്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവും പരിശുദ്ധവുമായ കൈകളിൽ അപ്പമെടുത്ത പിതാവായ ദൈവമേ, നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ദിവ്യരഹസ്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുമ്പോഴെല്ലാം എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഓർക്കുകയും ചെയ്യുവിനെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചു. ഞങ്ങൾ ഓർക്കുന്നു, പറയുന്നു, നോക്കി പാർക്കുന്നു. നീതിമാന്മാരുടെയും ഭാവികളെയും നീ പരിശോധിക്കുവാനിരിക്കുന്ന ന്യായവിധിയുടെ ആ ഭയങ്കരമായ ദിവസത്തിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് അനുസരണമായ കരചരണം വിലാപത്തിനും ഇടയാക്കുന്ന അഗ്നിജാലക ഞങ്ങളെ നീ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഞങ്ങളുടെ ദുഷ്പ്രവർത്തികളും അക്രമങ്ങളും നിമിത്തം ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുവാനിടയാകരുത്. തമ്പുരാനേ, നിനക്ക് മനസ്സലവുണ്ടായി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് തിരുമകന്തിരിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇതിനു വേണ്ടി നിന്റെ സഭയുമിടവേ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോട് മനതാപൂർവം
അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. തമ്പുരാനേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടി കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നന്മേ, ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. മോറിന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ളവൻ സ്വർഗമാകുന്ന പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായ ഈ പരിശുദ്ധ കുർബാനയിൽ ആവശ്യിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവുമാകുന്നു. നിങ്ങൾ ഭയത്തോടുകൂടി പ്രാർത്ഥിപ്പേ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേ. ദയതോ നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. കുരിയലായിസോ, കുരിയലായിസോ, കുരിയലായിസോ. പരിശുദ്ധാത്മാവസിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാകെ പൂർത്തിയാക്കട്ടെ. ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാകെ പൂർത്തിയാക്കട്ടെ. പങ്കാളികളാകുന്നവർക്കായി ആത്മാവിന്റെയും ശരീരത്തിന്റെ സകല മാലിന്യങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണത്തിനും പാപമോചനത്തിനും നിത്യജീവനും നിദാനമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരമായി സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന്റെ സഭയെ നീച്ചുവരിക്കുന്നവരെ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകസമയം പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ലിയോബ് എന്നാലും മാപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറന്മോർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്കാവായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബുൻമോർ പോളികാർപ്പസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ആബുൻമോർ ഇഗ്നാത്തിയോസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളെല്ലാ എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും കൈശീശന്മാർ ഷമാശന്മാർ ദേരാർക്കാർ മുതലാർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മേഖലകൊണ്ട് നിന്റെ ജനജനശാന്തിയും ഇടവൈക സമാധാനവും നൽകണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമാശന്മാരെയും കാത്തുകൊള്ളണമേ. ഈടവയിൽ ശുശ്രൂഷിച്ചതായ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന നിന്റെ ദാസനെ അവിടുന്ന് ഓർക്കണമേ. കർത്താവേ, തന്മൂലം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരും മാധ്യസ്ഥം വഹിക്കുന്നവരുമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും ഓരോ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരതമോ വിശ്വാസികളും സത്യസ്ഥാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലെ ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധ സഭയെ സഹായിക്കുന്നവരെ ഓർമ്മിക്കണമേ. ഈ വിശുദ്ധമായ വലിയ ജനനദിനം ആഘോഷിക്കുന്ന നിന്റെ ദാസന്മാരെ ദാസികളെ നീ കാത്തു പരിപാലിക്കണമേ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യം നൽകി സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും അനുഗ്രഹമായി ഭവിക്കുവാനിടയാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും ഓരോ ഹൃദയം
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേലാധിപത്യം നേടുവാൻ ആഗ്രഹിക്കുന്നവരുടെ ചിന്തകളെ സമാധാനപരമാക്കണമേ. അസൂയാലുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുമായി ഓടുവന്നേക സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭാരതമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതേ നിത്യകന്യകെ ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്നേഹായെയും നിബിയന്മാർ സ്നേഹന്മാർ പ്രസംഗകർ ഏവങ്കേലിസ്തന്മാർ സഹൃദയന്മാർ മൗദേനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നാദ്യമായി വിശുദ്ധമായ കുർബാന സ്വീകരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ ശക്തരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും ഓഴുവന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരതമോർ കുറ്റമില്ലാത്തതും സ്നേഹവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെ അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഭൂതലം മുഴുവനിലും സൂക്ഷ്മതയോടെ നിന്റെ സുവിശേഷം അറിയിക്കുകയും സത്യവിശ്വാസത്തിൽ വിശുദ്ധ സഭയെ ഉറപ്പിക്കുകയും ചെയ്തവരെ നീ ഓർമ്മിക്കണമേ. അവരുടെ പാവനമായ പ്രാർത്ഥനകളാൽ ഞങ്ങളെല്ലാവരെയും സഹായിച്ച നിന്റെ സ്നേഹത്തിൽ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും ഓഴുവന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹത്തിനും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളമോഹത്തിനും വരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുള്ളവരുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയേലായിസോൻ ചൊല്ലണം. കർത്താവേ, ഈ വിശുദ്ധമായ ബലിയിൽ ആരുടെ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നിയോഗം വെച്ചവോ അവരെ അബ്രഹാമിന്റെ വടിമടിയിൽ വസിപ്പിച്ച് ഞങ്ങളുടെയും അവരുടെയും സകല നിയമലംഘനങ്ങളും കുറ്റങ്ങളും നീ പരിഹരിച്ച് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുതമ്പുരാനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ലല്ലോ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ആശ്വസിപ്പിക്കണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് അറിവുകൂടാതെ ഞങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. ദൈവമേ, മനസാ വാചാ കർമ്മണ ഞങ്ങൾ ചെയ്ത പോയ അപരാധങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അനുഗ്രഹപ്രദമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവീശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും
സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുതമ്പുരാന്റെ അനുഗ്രഹങ്ങൾ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഇടവകയുടെ ഏറ്റവും മുൻപിലായി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഇരിക്കുകയാണ്. ജിസ് സിജോയും ജോഹാൻ സിജോയും. ഈ രണ്ട് മക്കള് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. മലങ്കര ക്രമം അനുസരിച്ച് മാമോദീസ നൽകുമ്പോൾ 3 കൂദാശകളാണ് സ്വീകരിക്കുന്നത്. മാമോദീസായും മോറാനാഭിഷേകവും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയും. നമ്മുടെ കുഞ്ഞുങ്ങൾ ദേവാലയത്തിൻ്റെ മുൻപിൽ നിന്ന് നമുക്ക് ഇറങ്ങിപ്പോകുമ്പോൾ മുതിർന്നവരെ ശ്രദ്ധിക്കണം. 2 കുഞ്ഞുങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ദുശീലമാണ്. അതൊന്ന്. അതിനേക്കാളും ഉപരി ദേവാലയത്തിൽ വന്ന കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു, അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മുതിർന്നവരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പുറകിലൊക്കെ മുതിർന്നവർ, അച്ചായന്മാരും അമ്മമാരും ഒക്കെ വെളിയിലൊക്കെ നിൽപ്പുണ്ട്.
അവരിറങ്ങി വരുമ്പോൾ ചോദിക്കണം, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പള്ളിക്കാരെല്ലാവരും അതിന് ഉത്തരവാദികളാണ് എന്നൂടെ ഓർത്തിരിക്കുക. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ബോധപൂർവം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എന്ന്. വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയാണ് ആദ്യ കുർബാന സ്വീകരണം എന്നുള്ളതിനൊരു തുടക്കമിട്ടത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പിയൂസ് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രപ്രവർത്തകര് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയമായ ദിനം ഏതാണ്? ഒരുപക്ഷെ ചോദിച്ചവർ പ്രതീക്ഷിച്ചത് സെമിനാരിയിൽ ചേർന്ന ദിനമായിരിക്കാം, അതല്ലെങ്കിൽ പൗരോഹിത്യം സ്വീകരിച്ച ദിനമായിരിക്കാം, മെത്രാനായ ദിനമായിരിക്കാം, ഒരുപക്ഷെ കർദിനാളായ ദിനമായിരിക്കാം. അതല്ല എന്നവരിൽ മാർപ്പാപ്പയായി പ്രഖ്യാപിക്കപ്പെട്ട ദിനം ആയിരിക്കാം. എന്നാൽ അവരുടെ ചിന്തകൾക്കെല്ലാം അതീതമായി 10-ാം പിയൂസ് മാർപ്പാപ്പ അവരോട് പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത സുന്ദരമായ ദിനം ഞാൻ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ദിനമാണ്. ഞാൻ ആദ്യമായി ബോധപൂർവം യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചതായ ആ ദിനമാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ദിനം എന്ന് അദ്ദേഹം അവരോട് പറയുകയുണ്ടായി. ജീവിതത്തിലെ വിസ്മരണീയമായ പല ദിനങ്ങൾക്കൊക്കെ നമ്മൾ സാക്ഷ്യം നിൽക്കുമ്പോൾ നിർമ്മലതയോടും നിഷ്കളങ്കതയോടും ശുഭ്രവസ്ത്രധാരണത്തോടും നന്നായിട്ടൊരുങ്ങി അവര് ശിരസിൽ കിരീടമൊക്കെ ധരിച്ച് പുതുവസ്ത്രമൊക്കെ അണിഞ്ഞ് അത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈശോയെ സ്വീകരിക്കുവാനായി ഇന്ന് നമ്മുടെ മുൻപിൽ ആയിരിക്കുമ്പോൾ ഇന്നെടുക്കുന്നതായ ഈ തീഷ്ണത, ഇന്ന് തുടങ്ങുന്നതായ ഈ തീവ്രത ആജീവാനന്ദം നിലനിൽക്കുന്നത് വരെ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. കാരണം ഇന്ന് വായിച്ചതായ ഭാഗം അതാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യേശു ജീവന്റെ അപ്പമാണ്. കാരണം ഈ ലോക ജീവിതം അവസാനിപ്പിച്ച പിതാവിന്റെ പക്കലേക്ക് പോകുവാൻ ഒരുങ്ങുമ്പോൾ അവിടുന്ന് ശിശുഗണത്തെ കൂട്ടിക്കൊണ്ട് അവിടെ നരളി ചെയ്തു. ഒരു അന്ത്യ അത്താഴം ഒരുക്കിക്കൊണ്ട് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചത് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അതിനോടുകൂടി കൂട്ടിച്ചേർത്തതായ ഒരു ഭാഗം, എൻ്റെ രണ്ടാമത്തെ വരവ് വരെ നിങ്ങളിത് അനുഷ്ഠിക്കണം എന്ന്. ഇന്നെടുക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകുവാനുള്ള ഒരു നിർദ്ദേശം മാത്രമേ ഉള്ളൂ. എന്ന് നിങ്ങൾ വിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശുദ്ധ ബലി കാണുന്നവോ അത് കാഴ്ചക്കാരല്ല, സ്വീകരിക്കുന്നതിനെ ഭാഗഭാഗത്വം ഏറ്റെടുക്കുന്ന വ്യക്തിത്വങ്ങളായി മാറണം. ലോക പ്രശസ്തനായ ബ്രദർ തോമസ് പോൾ തന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതായിരുന്നു, കർത്താവേ, നിന്നെ വഹിക്കുന്ന ഒരു കഴുതയാക്കി എന്നെ മാറ്റണമേ എന്ന്. ഇന്ന് ലോകം മുഴുവനും ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ബ്രദർ തോമസ് പോൾ. അദ്ദേഹത്തിന്റെ ചിന്ത പോയത്
ആർക്കും ആവശ്യമില്ലാത്ത കഴുത. നമ്മൾ തന്നെ ചിലരോട് പറയും ഇവനൊരു കഴുതയാണെന്ന് പറഞ്ഞാൽ യവൻ പിന്നെ എന്തോ ഡിഗ്രി എടുത്തെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവന്റെ ക്വാളിറ്റി മൊത്തം അതിലായി. അപ്രകാരമുള്ള ഒരു കഴുത, ആർക്കും വേണ്ടാത്ത കഴുതയെ യേശുദമ്പുരാൻ ജെറൂസലേമിലേക്ക് പോകുമ്പോൾ ജനം പ്രതീക്ഷിച്ചിരുന്നത് കുതിരപ്പുറത്ത് കയറി വരുന്ന ഒരു വലിയ രാജാവിനെ ആണെങ്കിൽ യേശുദമ്പുരാൻ ആർക്കും വേണ്ടാത്ത ഹീനമൃഗമായ കഴുതയുടെ പുറത്ത് കയറി. കഴുത നടന്നു നീങ്ങിയപ്പോൾ അന്ന് വരെ കഴുത പോകുമ്പോൾ ഏറും അടിയും തൊഴിയും കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ശിഖരങ്ങൾ, വിരിച്ചൊരുക്കപ്പെട്ട പാതകൾ, അതിനെ അലങ്കരിച്ച് ദാവീദിന്റെ പുത്രൻ ഹോശാന എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ആ കഴുതയുടെ മുൻപിൽ പോയപ്പോൾ ഒരു പക്ഷേ കഴുത വിചാരിച്ച് കാണും ഇത് കഴുതയ്ക്ക് കിട്ടുന്ന ഒരു സ്വീകരണമാണ് എന്ന്. പക്ഷേ ആ കഴുതയുടെ പുറത്തിരുന്നവൻ ആരോ, അവന് കിട്ടിയതായ ആ മഹത്വവും മഹാത്മ്യവും ആ കഴുതയ്ക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് തോമസ് പോൾ പറഞ്ഞത്, കർത്താവേ നിന്നെ വഹിക്കുന്ന ഒരു കഴുതയാക്കി എന്നെ തീർക്കണമേ എന്ന് പറഞ്ഞാൽ നിന്നെ എന്നും എൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട്, ഈശോയുടെ മുൻപിൽ വഹിച്ചുകൊണ്ട്, ഈശോയെയും വഹിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ എനിക്ക് കഴിയണം. അപ്പോൾ വിശുദ്ധനായ പൗലോസ്ലീഹായെ കുറിച്ച് പറയാം, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന്. ഇന്ന് സ്വീകരിക്കുന്ന കുർബാന സ്വീകരിക്കുന്ന ജിസ്, ജോഹാൻ, ഈ മക്കൾക്ക് പറയുവാൻ കഴിയണം, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന്. യേശുവിനെ സ്വീകരിക്കുവാൻ, സ്വീകരിക്കുന്ന ഈശോയെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. യേശുവിനോട് ചേർന്ന്, യേശുവിനെ വഹിച്ചുകൊണ്ട്, യേശുവിനെ ഉള്ളിൻ്റെ ഉള്ളിലാക്കിക്കൊണ്ട് മറ്റൊരു യേശുവിൻ്റെ മാതൃക മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഈ കുഞ്ഞുങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെ ഈ തരത്തിൽ ഓർക്കുന്നു. ഇവരെ ഈ രീതിയിൽ ഒരുക്കി നന്നായിട്ട് പഠിപ്പിച്ചതായ സിസ്റ്റർ ഹെഡ്മാസ്റ്ററെയും ഈ ഇടവകയുടെ മിഷണറി ടെറസേന സിസ്റ്ററെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവരോരോ ദിവസവും മഠത്തിൽ വന്ന് അവർ പറയുന്ന സമയത്ത് വന്ന് നന്നായിട്ട് പഠിച്ച് ഒരുങ്ങി, ഇനിയും എന്തെങ്കിലുമൊക്കെ പഠനത്തിന് പോരായ്മകളുണ്ടെങ്കിൽ മാതാപിതാക്കൾ അവരെ ആ നിലയിലേക്ക് വളർത്തി ഒരു ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ അവരെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഇരിക്കുന്ന ഇടവക സമൂഹത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ എല്ലാവിധമായ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതായ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടു കൂടി ഈ മക്കളെ ഇന്ന് ജനനദിനം കൊണ്ടാടുന്ന മക്കളെയും നമുക്ക് പ്രത്യേകമായി ഓർത്തുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോട് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ രക്ഷിക്കണമേ.
ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, പരിലോപനങ്ങളാകുന്ന പരിശോധനയ്ക്ക് ഞങ്ങളെ വിധേയരാക്കരുത്. അവ താങ്ങുന്നതിന് ഞങ്ങൾക്ക് ശക്തിയില്ല. കർത്താവേ, നിന്റെ മഹാകരുണയാൽ സകല പാപശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുമായി ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ങ്ങളെ കഴിക്കുന്നതിന് മുമ്പ് കരുണത്താനുപാതാം തലോലിക്കണം. ദൈവമേ, നിരസന്നതിയിൽ ആത്മശരീരങ്ങളുടെ കഴുത്തുകളും മനുഷ്യ നിന്നോട് യാചിക്കുന്നു. നിന്റെ ദാസനെ നീ അനുഗ്രഹിക്കണമേ. കരുണയ്ക്കും പാപമോചനത്തിനും അവരെ അർഹനാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും ഓഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും ശ്രേഷ്ഠയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതുമോ വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമവുമായിരിക്കുന്നതുമായ പരിശുദ്ധാത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സൂക്ഷിക്കണം. വിശുദ്ധമായവ വിശുദ്ധിയും വെടുപ്പമുള്ളവർക്ക് നൽകപ്പെടുന്നു. ഒന്നായിരിക്കുന്ന തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ വീടാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാം. ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം. നയവാന്മാർ പുണ്യപ്പെട്ടോ ഒന്നിച്ചേകുമവർക്കാശ്വാസം ദൈവപുത്രൻ ദൈവം വിശുദ്ധമായ ബലിയിൽ ജനനദിനം ആചരിക്കുന്ന കടയിൽ പുത്തൻ വീട്ടിൽ ജീന ജോർജ്, ധന്യ ജോർജ്, റജി മോൻ ഇവരെയും സജീവ ഭവനത്തിൽ നോയേൽ വൈസ് സജിയെയും
കടകംപള്ളി ജോബിൻ ടോമി, ജിബിൻ ടോമി എന്നിവരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നാൾ സ്തുതിയോട് രാജമകൾ ഹാലേലൂയാ ഹാലേലൂയാ നിൻവലഭാഗേ രാജഭാമിനിയും നിന്നഴകരസിൻ മോഹിപ്പാം പിതൃഗൃഹവും പാർക്കുമോ കാദീശോ വെന്നോലം വാദാവലോലം വൽമീനാമേ നിന്നിലുദിച്ചോ സുതൻ തൃക്കരഞ്ഞങ്ങളിൽ അലിവാഴ്ത്തൻ പക്കലപേക്ഷയാണ് കീഴം സൗമൻ കാലം സുരീലായി വാഴുവായി തീരണമേ മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാ വിനുകോട്ട വാഴ്ക്കുമോ ദൈവാമികന്യാമറിയാമിന്നായി പരിമളധൂപച്ചുരുൾ വായോ വിലയുന്നു മൊറിയോരാഹി മലയുവാദാവേ ഞങ്ങൾക്കായുൾ രത്നനദി ഏകാത്മജനോടത്തിക്കാം ഞങ്ങളിലാഗ്രതോ ശുശ്രൂഷിച്ചതായ എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കാം. MCAയുടെ നേതൃത്വത്തിൽ അച്ഛന്മാരെ ഓർത്ത് വിശുദ്ധ ബലി അർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമനുസരിച്ച് ഇന്നേ ദിവസം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധന്മാരെ നിങ്ങൾ ഇന്നത്തെ വിശുദ്ധമായ ബലിയിൽ പരേതരായ കടകംപള്ളി ഗയോ സാമ്പ്രൂട്ടി, ബിജി ഭവനത്തിന് സജി യോഹന്നാൻ ബീനാലയം ജോസഫ് കുട്ടിയമ്മ എന്നിവരുടെ ആത്മാവിൻ നിത്യശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ. പോലെ വാഴ്ക്കുമോ മരണമടഞ്ഞൊരു ദാസരെ ജീവസ്വരമതുടത്തണമേ കവറിനും പരുതി സായിക്കാം സൗമൻ കാലസ്കുരിലായിസോ രക്ഷകനേ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരെ നാശം നീക്കി ജീവിപ്പി അണിക്കുക നിന്നെ നോക്കും അവരിൽ
അങ്ങനെതിരെ പായാൻ പോയിടുന്നു ഒയോറാകി മലയുവാതാരേ പരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാ മൃഗരും കൈക്കൊണ്ടിടേണം നാം സദയത്തെ പറയണം. സ്തുതിക്കപ്പെടുന്നവരുമാകുന്നു ആദ്യം മുതൽ തലമുറ വരെ തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷകനായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിരവേറനമായി വരുവാനിരിക്കുന്നവനുമായ ദൈവത്തിന്റെ പുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ പരിശുദ്ധമായ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള ആത്മനവീകരണത്തിനുമായി തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സമൂഹത്തെ നീ ആശീർവദിക്കണമേ. ദൈവവും നമ്മുടെ രക്ഷകരമായ ശുദ്ധമ്പരാന്റെ അനുഗ്രഹം ഈ വിശുദ്ധമായ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഉണ്ടാകട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ച എല്ലാവരിലും പരിശുദ്ധാശ്രയത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാഥ കൃപ ചെയ്യണമലിവ കൃപ ചെയ്യണമു തരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപ ഞങ്ങളിലും നാഗത്തെ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കുർബാന നൽകുന്നു. തുടർന്ന് അവരുടെ മാതാപിതാക്കൾ, അത് തുടർന്നായിരിക്കണം ബാക്കിയുള്ളവർ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. നീമയന്മാരാരെ നോക്കി വിറച്ചിടുന്നു അവനെ മേശയിലപ്പം വീഞ്ഞായി നീ കാണുന്നു പുത്രരഹസ്യങ്ങളോ കണ്ടിവനോടു സാക്ഷിക്കുന്നു ദൈവത്വത്തിൻ മടിയിലിരി പോരഹസ്യങ്ങളിവാ ഏവം
പോലെ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് ദൈവസുതൻ തിരുമേനിയതല്ലോ മേശയിലിവിടെ കൈകളിലാദാം മക്കളിടുത്ത ഘോഷിക്കുന്നു ധരിച്ചവനൊപ്പം നിന്നിഹ വേണ്ടുന്നോർക്കാം പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു വാരവരിടയിൽ സോയാദോഷം പാടുണ്ടെങ്കിൽ കുരിശിപ്പാനായി സുതനെ സെഹിയോ നാട്ടിമരത്തെ കുഞ്ഞാടതിനെ ജനിപ്പിച്ചൊരു മരം ഉണ്ടായവിടെ ഇവിടെ പുത്രൻ കൈകളിലാടി തറയ്ക്കപ്പെട്ടോ ഇസഹാക്കിന്റെ കെട്ടുകളെ ഛേദിച്ചതുമാവിടെ തന്നെ ചമാരൻ തന്റെ വിരഹ സിംഹളയേവം താൻ കൈക്കൊണ്ടുവലം കൈയാലെ ജീവനദായി പങ്കിട്ടെല്ലാവർക്കായിട്ടും നൽകിയിടുന്ന പട്ടക്കാരോ വന്നിടുക സമാധാനത്താലേ. അമലമതാം ധൂപത്തിൻ കലശത്തെ കൈക്കൊണ്ട് അതിനോടെ നല്ലൊരു സൗരഭ്യത്തെ ധൂപിപ്പിച്ചേ അതിനാലങ്ങനി ലോകത്തെയാനന്ദിപ്പിക്കും പാട്ടുകാരോ വന്നിടുക സമാധാനത്താലേ. ഭൂമിയതിങ്കൽ തന്നാലൊരുവൻ കേട്ട ആ മനുജൻ വിണ്ണുലകം തന്നിൽ കർത്താവാകും കിട്ടപ്പെട്ടവനാമിൽ നുള്ളൊരു പട്ടക്കാരാ വന്നിടുക സമാധാനത്താലേ. ഹല്ലേലൂയ. ആഴമതിങ്കൽ തന്നാലൊരുവനഴിക്കപ്പെട്ട ആ മനുജൻ താനുയരം തന്നിൽ കർത്താവാലും അഴിക്കപ്പെട്ട
അഗ്നിമയന്മാരാരെ നോക്കിൽ വിറച്ചിടുന്നു അവനെ മേശയിലപ്പം വീഞ്ഞാൻ നീ കാണുന്നു മിന്നലൊടുത്തവർ നോക്കുകിലെറിയും നോടനീ അവനെ മൺമയം ഭക്ഷിച്ചു മുഖം തെളിയും നീറ്റം പുത്രരഹസ്യങ്ങളഹോ വിണ്ണവരിടയിൽ ഈശോയാതോ കണ്ടിവനോടും സാക്ഷിക്കുന്നു ദൈവത്വത്തിൻ മടിയിലിരി പുരഹസ്യങ്ങളിവാ ഏവം മേശയിലാകാമ്യർത്താൻ ഭാഗിക്കുന്നു സ്തുതി ദൈവത്തിനുയരത്തിൽ മാതാവിൻ ഉന്നതിയും മഹിമാകുടി സഹദേവാർക്കും മൃതരിൽ കരുണയുമുണ്ടാകാം. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ പഠിച്ചതായ നിന്റെ തിരുശരീരം ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ രക്ഷകന്റെ ജീവനമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർകൾ ശരണം നീ മൃതതന്നുയർപ്പും നീ തന്നെ. കർത്താവേ, ഞങ്ങൾ അയോഗ്യരാണെങ്കിലും ഞങ്ങൾക്ക് നീ നൽകിയ ദാനത്തെ പ്രതി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപം നിമിത്തം ലജ്ജിക്കുവാൻ ഞങ്ങൾക്കിടയാകരുതേ. പിന്നെയോ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളോട് പോരാടുന്ന പ്രതികൂല ശക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ബാക്കിമോർ കണ്ണുളർത്താൻ നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലോലിക്കുന്നു. കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നിന്റെ വലതുകരം നീട്ടി ധാരാളമായി അനുഗ്രഹിക്കണമേ. നിന്റെ ശ്രീമായാൽ ഇവരെ കാത്തുകൊള്ളണമേ. ദൃശ്യരും അദൃശ്യരുമായ ശത്രുക്കളിൽ നിന്ന്
ഇവർക്ക് അഭയവും രക്ഷാസങ്കേതവും നൽകി നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഓഴുവന്നേകം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. പാറയ്ക്കുമോ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, പരമോന്നതനേ, സ്ഫടികരരസ നീയോരോവൻ താൻ മരണവിഹീനൻ യേശോ ക്രിസ്തു ഈ തിരുബലി നീ കൈക്കൊള്ളണമേ. ജോബേസുമലമേൽ ദാവീദരജേ അർപ്പിച്ചതുപോൽ കാഴ്ചയിൽ കർത്താവേ, നിൻ തിരുവുള്ളം തുഷ്ടിപ്പേട്ട് നല്ലവരാം മൃതപുണ്യാത്മേ സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ പരിശുദ്ധമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാപണ്ഡിതത്തോടും കൂടെ പരിശുദ്ധാദ്രേത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ദയവുള്ള ശ്രീമായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റോസ്മായാൽ മുദ്രിതരുമേ. ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും ഭാവിയുമായ ഈ ദാസ് നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവിൻ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. എന്റെ കടങ്ങളശേഷം നിൻ കൃപയായി ചീടണമേ. എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്ക് ഈടണമേ. രക്ഷക മിശിഹ രാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാം നിൻ പ്രിയസേത്രൻ മാരൂപം നിൻ സ്നേഹിതയാക്കണമെന്നേ. കർത്താവേ, നിന്നോടെ നിത്യ രാജ്യമതാകും സ്വർഗത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതികൾ താവിനും ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതി പാതകരിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ,
കൃപയും